പ്രോഗ്രസീവ് ഓവർലോഡ് ആണോ നല്ലത് അതോ എക്സസൈസ് വേരിയേഷൻ ആണോ നല്ലത്? അതായത് നമ്മൾ വെയിറ്റ് കൂട്ടി ചെയ്യുന്നതാണോ നല്ലത് അതോ എല്ലാ വീക്കിലും എക്സസൈസ് മാറ്റി ചെയ്യുന്നതാണോ നല്ലത്? എൻ്റെ അഭിപ്രായത്തിൽ പ്രോഗ്രസീവ് ഓവർലോഡ് ആണ് നല്ലത്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ബിഗിനറാണ്. ഞാൻ ഈ ഡെഡ് ലിഫ്റ്റ് എന്ന് പറയുന്ന എക്സസൈസ് ആണ് ചെയ്യുന്നത്. സോ ഞാൻ ഈ ഡെഡ് ലിഫ്റ്റ് എക്സസൈസിൻ്റെ പോസ്റ്റർ പഠിക്കണമെങ്കിൽ മിനിമം 2 മുതൽ 4 ആഴ്ചയെങ്കിലും വേണ്ടി വരും. ഡെഡ് ലിഫ്റ്റിൻ്റെ പോസ്റ്റർ ഞാൻ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എനിക്ക് ഈ എക്സസൈസ് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാൻ പറ്റൂ. നിങ്ങൾ ഈ ഒരു എക്സസൈസിൻ്റെ പോസ്റ്റർ കറക്റ്റായിട്ട് പഠിക്കാതെ നിങ്ങൾ വീക്കിലി വേറെ എക്സസൈസ് വേരിയേഷൻ തപ്പിപ്പോയാൽ എങ്ങനെ നിങ്ങളൊരു എക്സസൈസിൻ്റെ മാസ്റ്റർ ആകും? ഇല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾക്ക് ഇഞ്ചുറി കൂടാതെ ഒരു എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ബിഗിനേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് മിനിമം 3 മാസമെങ്കിലും ആ എക്സസൈസ് ഫോളോ ചെയ്ത് അതിൻ്റെ പോസ്റ്റർ കറക്റ്റായിട്ട് പഠിച്ച് അത് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാതെ എക്സസൈസ് വേരിയേഷൻ തപ്പി നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് യാതൊരുവിധ പ്രോഗ്രഷൻ അല്ലെങ്കിൽ റിസൾട്ടും കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അത്ലറ്റ് ആണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 12 വീക്സ് എങ്കിലും ഒരു വർക്കൗട്ട് റൊട്ടീൻ പ്ലാൻ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ എക്സസൈസ് വേരിയേഷൻ തപ്പിപ്പോവാവൂ. എക്സസൈസ് വേരിയേഷൻ തപ്പിപ്പോകുന്നതോറും നമ്മളെ പോസ്റ്റർ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഇഞ്ചുറി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങളൊരു 40 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ഫാറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും എക്സസൈസ് വേരിയേഷൻ തപ്പിപ്പോകരുത്. ചെയ്യുന്ന എക്സസൈസ് എന്താണോ അത് പ്രോപ്പറായിട്ട് ചെയ്ത് ഡയറ്റ് കറക്റ്റായിട്ട് നോക്കുക.